dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ള പേപ്പർ തന്നെയാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം അടുത്തിരിക്കല്ലേ, അപ്പോൾ എക്സാം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പേപ്പറിനെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വില്യം ബട്ട്ലർ ഈറ്റ്സിൻ്റെ ഈസ്റ്റർ 1916 എന്ന കവിതയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കവിതയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആണ്. അതിനുശേഷം 2 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു, റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം ഈസ്റ്റർ 1916. അപ്പോൾ ഇത് വില്യം ബട്ട്ലർ ഈസ്റ്റ് എഴുതിയിട്ടുള്ള കവിതയാണ്. വില്യം ബട്ട്ലർ ഈറ്റ്സ് എഴുതിയിട്ടുള്ള കവിതയാണ്. നമുക്ക് ഷോർട്ടാക്കിയിട്ട് WB ഈറ്റ്സ് എന്ന് പറയാം, ഷോർട്ടാക്കിയിട്ട് കേട്ടോ. നോക്കൂ, ദ പോയം ഈസ്റ്റർ 1916. ഈസ്റ്റർ 1916 എന്ന കവിത കമ്മെമ്മൊറേറ്റ്സ് ദ 1916 റിവോൾട്ട്. 1916 വിപ്ലവത്തെ സ്മരിക്കുന്ന, കമ്മെമ്മൊറേറ്റ് ഓർമ്മിക്കുന്ന, സ്മരിക്കുന്ന കവിതയാണ്. 1916 വിപ്ലവം. ആ വിപ്ലവം എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഒക്യുപ്പേഷൻ ഓഫ് അയർലൻഡ്. അതായത് അയർലൻഡ് ഉണ്ടല്ലോ, അയർലൻഡ് ബ്രിട്ടീഷ് കയ്യേറിയതിന് എതിരായിട്ടുള്ള, എഗെയിൻസ്റ്റ് ദി ഒക്യുപ്പേഷൻ. ഒക്യുപ്പേ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥാനം പിടിക്കുക, ഏറ്റെടുക്കുക, പിടിച്ചു വാങ്ങുക എന്നൊക്കെയാണ് കേട്ടോ. അതായത് അയർലൻഡ് ബ്രിട്ടീഷ് കയ്യേറി. അപ്പൊ ഇതിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ അയർലൻഡുകാർ നടത്തിയ റിവോൾട്ട്, ആ റിവോൾട്ടിനെ, ആ സമരത്തെ അനുസ്മരിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കവിത. ഓൺ 24th April 1916, ഈസ്റ്റർ സൺഡേ, അതായത് 1916 ഏപ്രിൽ 24 ഈസ്റ്റർ സൺഡേ ദിനത്തിൽ, ഈസ്റ്റർ സൺഡേയിൽ ദ ഐറിഷ് റവല്യൂഷണറി ലീഡേഴ്സ്, അയർലൻഡിലെ വിപ്ലവകരമായ നേതാക്കൾ, വിപ്ലവ നേതാക്കൾ ഒക്യുപ്പൈഡ് ദ ജനറൽ പോസ്റ്റ് ഓഫീസ് ഓഫ് ഡബ്ലിൻ. ഡബ്ലിനിലെ, ഡബ്ലിൻ എന്നുള്ളത് അയർലൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള ഡബ്ലിൻ. ഈ ഡബ്ലിനിലെ പോസ്റ്റ് ഓഫീസ്, ജനറൽ പോസ്റ്റ് ഓഫീസ് റവല്യൂഷണറി ലീഡേഴ്സ്, നേതാക്കള് കയ്യേറി. ആൻഡ് പ്രൊക്ലെയിംഡ് അയർലൻഡ് എ ഫ്രീ റിപ്പബ്ലിക്. മാത്രമല്ല അയർലൻഡ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്, ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബട്ട് ആഫ്റ്റർ എ വീക്ക് ദ ആക്ടിവിസ്റ്റ് വേർ ഫോഴ്സ്ഡ് ടു സറണ്ടർ ബിഫോർ ദ ബ്രിട്ടീഷ് മിലിറ്റൻസി. പക്ഷേ ഒരാഴ്ചക്ക് ശേഷം ഈ ആക്ടിവിസ്റ്റുകൾ, അതായത് അയർലൻഡ് സ്വതന്ത്ര രാജ്യമാണെന്ന് പ്രഖ്യാപിച്ച ഈ ലീഡേഴ്സ് ഉണ്ടല്ലോ, ആ ലീഡേഴ്സ് ഫോഴ്സ്ഡ് ടു സറണ്ടർ ബിഫോർ ദ ബ്രിട്ടീഷ് മിലിറ്റൻസി. ബ്രിട്ടീഷ് സൈന്യത്തിനു മുൻപിൽ കീഴടങ്ങാൻ അവർ നിർബന്ധിതരായി. കാരണം അവരുടെ ആ സമരവും പ്രഖ്യാപനമൊന്നും മുന്നോട്ട് പോയില്ല, ഒരാഴ്ച മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 15 leaders were court-martialed and executed. മാത്രമല്ല 15 ലീഡേഴ്സിനെ കോർട്ട് വിചാരണ നടത്തി, കോർട്ട് മാർഷൽഡ്, കോർട്ട് വിചാരണ നടത്തുകയും ആൻഡ് എക്സിക്യൂട്ടഡ്, മാത്രമല്ല അവരെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ അവരെ വധിക്കുകയും ചെയ്തു. ബിറ്റ്വീൻ 3rd and 12th May, അതായത് മെയ് 3-നും 12-നും ഇടയിലായിട്ട് കേട്ടോ. മെയ് 3 മുതൽ 12 വരെ ഉള്ള ദിവസങ്ങൾക്കിടയിലായിട്ട് 15 ലീഡേഴ്സിനെ കോർട്ട് മാർഷൽ ചെയ്യുകയും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയും അവരെ വധിക്കുകയും ചെയ്തു. ദ ഇൻസിഡന്റ് ടച്ച്ഡ് ദ പോയറ്റ്സ് ഹേർട്ട് ഡീപ്ലി. ഈ ഒരു സംഭവം നമ്മളുടെ കവിയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. വളരെയധികം അദ്ദേഹത്തിന്റെ മനസ്സിനെ, പോയറ്റ്സ് ഹേർട്ട്, പോയറ്റിന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? വല്ലാതെ ടച്ച് ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിനെ ഇത് വല്ലാതെ അങ്ങോട്ട് സ്പർശിച്ചു. മാത്രമല്ല ഹി ഫിനിഷ്ഡ് റൈറ്റിംഗ് ദ പോയം ഇൻ സെപ്റ്റംബർ. സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം ഈ കവിത അവസാനിപ്പിച്ചു. കാരണം നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത് മെയ് മാസത്തിലാണ്.
ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഫിനിഷ്ഡ് റൈറ്റിംഗ് ദ പോയം ഇൻ സെപ്റ്റംബർ. It is an impersonal contemplation of the tragic incidents that happened during the revolt. ആ ഒരു റിവോൾട്ട്, വിപ്ലവം, അതായത് 1916 റിവോൾട്ട്, ആ വിപ്ലവ സമയത്ത് അവിടെ സംഭവിച്ച ദുരന്ത കാര്യങ്ങൾ, ട്രാജിക് ഇൻസിഡൻസിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളാണിത്. The poet's position here is quite paradoxical. ഇവിടെ കവിയുടെ നിലപാട്, ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട് കവിയുടെ നിലപാട് പാരഡോക്സിക്കലാണ്. പാരഡോക്സിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരോധാഭാസം. അതായത് ഇവിടെ ഈ ഒരു റിവോൾട്ട് സംബന്ധിച്ച്, ആ റിവോൾട്ടിൻ്റെ ആവശ്യകതയിൽ, കാരണം ആ റിവോൾട്ടിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ വിജയം അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് അതേസമയം തന്നെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യകത. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരേ സമയം തന്നെ അദ്ദേഹം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എന്നാൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാത്തതായിട്ടും നമുക്ക് തോന്നും. അതാണ് പറയുന്നത്, ഇതിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട്, വിപ്ലവത്തിലുള്ള ഒരു നിലപാട് പാരഡോക്സിക്കലാണ്. G.K. Studd remarks that അപ്രൂവൽ ആൻഡ് ഡിസപ്രൂവൽ, ഏതുപോലെ G.K. Studd പറയുന്ന പോലെ, അതായത് G.K. Studd പറയാണ് കവിയുടെ നിലപാടിൽ നമുക്ക് ഒരേ സമയം അപ്രൂവൽ ആൻഡ് ഡിസപ്രൂവൽ, അതായത് ഈ വിപ്ലവത്തോട് നമുക്ക് യോജിപ്പും വിയോജിപ്പും, ഡിലൈറ്റ് ആൻഡ് ഡിസപ്പോയിൻമെന്റ്, സന്തോഷവും നിരാശയും, ഇതെല്ലാം നമുക്ക് ലൈക്ക് ബിഹൈൻഡ് ദ പോയം, ഈ കവിതയിൽ നമുക്ക് കിടക്കുന്നത് കാണാൻ കഴിയും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു വിപ്ലവത്തോട് അനുകൂലിക്കുന്നതായിട്ടും പ്രതികൂലിക്കുന്നതായിട്ടും കാണാം. ഇവിടെ സന്തോഷകരമായ നിലപാടും സങ്കടകരമായ നിലപാടും എല്ലാം നമുക്ക് മാറി മറിഞ്ഞ് വരുന്നത് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈ വിപ്ലവത്തോടുള്ള കവിയുടെ സമീപനം എന്ന് പറയുന്നത് പാരഡോക്സിക്കലാണ്. ഈറ്റ്സ് ബിഗിൻസ് ഹിസ് പോയം ബൈ മേക്കിംഗ് എ കാഷ്വൽ റെഫറൻസ്. തൻ്റെ കവിത ഈറ്റ്സ് തുടങ്ങുന്നത് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു പരാമർശത്തിലൂടെയാണ്. കാഷ്വൽ ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാധാരണ രീതിയിലുള്ള ഒരു സൂചന. എന്തിനെ കുറിച്ചാണ് ഒരു സൂചന നൽകുന്നത്? ടു ദ പ്രീ റവല്യൂഷണറി അയർലൻഡ്, അതായത് ഈ വിപ്ലവത്തിന് മുൻപുള്ള അയർലൻഡിനെ കുറിച്ച്. വിപ്ലവത്തിന് മുൻപുള്ള അയർലൻഡിൻ്റെ അവസ്ഥ എന്താ, അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ കവിത തുടങ്ങുന്നത്. The poet feels that the Irish people have led a happy life before involving in revolutionary activities. അതായത് ഇംഗ്ലണ്ടിലെ ആളുകൾ, കവിക്ക് തോന്നാണ് ഐറിഷ് പീപ്പിൾ, ഇംഗ്ലണ്ടിലെ ആളുകൾ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ബിഫോർ ഇൻവോൾവിങ് ഇൻ റവല്യൂഷണറി ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുൻപ്, ഇത്തരത്തിലുള്ള റവല്യൂഷണറി ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതിന് മുൻപ് വളരെ നോർമലായ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു അവരുടേത്. ഹി റിമെമ്പേഴ്സ് ദാറ്റ്, അദ്ദേഹം ഓർമ്മിക്കുകയാണ്, he had often seen their lively faces and exchanges polite greetings and shared humorous jokes with them. എന്നാണ് അദ്ദേഹം ഓർക്കുന്നത്. ഈ വിപ്ലവത്തിന് മുൻപ് അദ്ദേഹം അവരുടെ ആ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, അല്ലേ, അതായത് സീൻ ദെയർ ലൈവ്ലി ഫേസസ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള അവരുടെ മുഖങ്ങൾ അദ്ദേഹം കണ്ടിരുന്നു. എക്സ്ചേഞ്ച്ഡ് പൊളൈറ്റ് ഗ്രീറ്റിംഗ്സ്, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിലുള്ള ആശയവിനിമയം, ഗ്രീറ്റിംഗ്സ്, അഭിവാദ്യങ്ങൾ അവരുമായിട്ട് കൈമാറ്റം ചെയ്തിരുന്നു. ഷെയർഡ് ഹ്യൂമറസ് ജോക്സ് വിത്ത് ദം, അവരുമായിട്ട് തമാശകൾ പറഞ്ഞിരുന്നു. ഹി ബിലീവ്സ് ദാറ്റ് ദേ ലിവ്ഡ് ഇൻ എ വേൾഡ് ഓഫ് ജോയ്. ഈ ഒരു വിപ്ലവത്തിന് മുൻപ് അവര് സന്തോഷകരമായ ഒരു ലോകത്തിലാണ് താമസിച്ചിരുന്നത്.
വിപ്ലവത്തിന് മുൻപ് അയർലൻഡ് വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് ഉണ്ടായിരുന്നത് എന്ന് വിശ്വസിക്കുന്നു. ബട്ട് എവറിത്തിങ് ചേഞ്ച്ഡ് സഡൻലി. പക്ഷെ പെട്ടെന്നാണ് എല്ലാം മാറിയത്. ഹി തിങ്സ് ദാറ്റ് എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. അദ്ദേഹം ചിന്തിക്കാണ് ഒരു ടെറിബിൾ ബ്യൂട്ടി ജനിച്ചു എന്ന്. ഇവിടെ ശ്രദ്ധിക്കുക, ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയാനകം, ഭീകരം എന്നാണ്. അതിനോട് ചേർന്ന് വരുന്നത്, അതൊരു അഡ്ജക്റ്റീവ് വിശേഷണമാണ്. അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു വാക്ക് എന്ന് പറഞ്ഞാൽ നാമം വരുന്നത് ബ്യൂട്ടി എന്നുള്ളതാണ്, ഭംഗി. അപ്പൊ ഒരിക്കലും ചേർന്ന് വരാത്ത രണ്ട് പദങ്ങളാണ് എന്ത്? ടെറിബിൾ ബ്യൂട്ടി. കൃത്യമായിട്ട് അവിടെ ഒരു വൈരുദ്ധ്യമാണ് കാണിക്കുന്നത്, കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണെന്ന് നമ്മൾ ഇനി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദ പോയം, ഈ കവിതയുടെ രണ്ടാമത്തെ സ്റ്റാൻസയില് ഇറ്റ്സ് ഇൻഡയറക്ട്ലി മെൻഷൻസ് സം ഓഫ് ദി ലീഡേഴ്സ് ഓഫ് ദി റിബല്യൺ. ഈ ഒരു റിബല്യൺ, ഈ ഒരു സമരത്തിലെ, വിപ്ലവത്തിലെ ചില നേതാക്കളെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഈഡ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ സ്റ്റാൻസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ലീഡേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ എക്സാമിനെ കുറിച്ച്, ലീഡേഴ്സിനെ കുറിച്ച് ഒരു എക്സാമിന് ഒരു പാരഗ്രാഫ് ചോദിച്ചാൽ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നാൽ ഈ രണ്ടാമത്തെ പാരഗ്രാഫ് എഴുതിയാൽ മതി. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? അറ്റ് ഫസ്റ്റ് ഹി മെൻഷൻസ് ദ വുമൺ. ആദ്യം മെൻഷൻ ചെയ്യുന്നത് ഒരു വുമൺ ലീഡറാണ്. അവരുടെ പേര് കോൺസ്റ്റൻസ് മാർക്കിവിക്സ് എന്നാണ്. ഹു വാസ് ദ സെക്കൻഡ് ഇൻ കമാൻഡ് ഡ്യൂറിങ് ദ റിവോൾട്ട്. ഈ റിവോൾട്ട്, വിപ്ലവം നടക്കുന്ന സമയത്ത് ഇവരായിരുന്നു സേനയുടെ, അല്ലെങ്കിൽ വിപ്ലവം നടത്തുന്നവരുടെ ആ ഒരു ടീമിന്റെ, അല്ലെങ്കിൽ ആ ഒരു ആർമിയുടെ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫീസർ. സെക്കൻഡ് ഇൻ കമാൻഡ് ഇവരായിരുന്നു ആ ഒരു വിപ്ലവത്തില്. ദോ ഷി വാസ് സീംഡ് ടു ക്യാപിറ്റൽ പണിഷ്മെന്റ്. മാത്രമല്ല, ഇവരെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി എന്ന് മാത്രമല്ല, സെന്റൻസ്ഡ് ടു ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷയ്ക്ക് വിധിച്ചു. ദോ ഷി വാസ് സെന്റൻസ്ഡ് ടു ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും അവർ രക്ഷപ്പെട്ടു. എന്താ കാരണം? ഇറ്റ് വാസ് കമ്മ്യൂട്ടഡ് ടു പീനൽ സെർവിറ്റ്യൂഡ് ഫോർ ലൈഫ്. എന്നാൽ പിന്നീട് അത് പീനൽ സെർവിറ്റ്യൂഡ് ഫോർ ലൈഫ്, ജീവപര്യന്തമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തില്ല? എക്സിക്യൂട്ട് ചെയ്തില്ല. ദ പോയിന്റ് തിങ്സ് ദാറ്റ്, ഇവരെ കുറിച്ച് കവി ചിന്തിക്കുകയാണ്. ഷി ഹാഡ് നോബിൾ ഇന്റൻഷൻസ്. ഇവർക്ക് നല്ല ഉദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? നല്ലതായിരുന്നു. ബട്ട് ഹെർ വേസ് വേർ അൺവേസ്. പക്ഷെ ബട്ട് ഹെർ വേസ് വേർ അൺവൈസ്. ഇവരുടെ വഴികൾ ബുദ്ധിപരമായിരുന്നില്ല. ഇവരുടെ ഉദ്ദേശം ശരിയായിരുന്നു. വേസ് വേർ അൺവൈസ്. വേസ് വേർ അൺവൈസ്. ഇവരുടെ വേസ്, ഇവരുടെ വഴികള് അൺവൈസ്, ബുദ്ധിപരമായിരുന്നില്ല. വേസ് വഴികള്, വൈസ് ബുദ്ധിപരം, അൺവൈസ് ബുദ്ധിപരമായിരുന്നില്ല. ഷീ സ്പെൻഡ് ഹെർ നൈറ്റ്സ് ഇൻ കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിസ്കഷൻസ് വിത്ത് ഹെർ ഫെല്ലോ ആക്ടിവിസ്റ്റ്. ഇവരുടെ രാത്രികൾ, ഇവരുടെ കൂട്ടാളികൾ, ഇവരുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ആക്ടിവിസ്റ്റുകളുമായിട്ട് ആർഗ്യുമെന്റ്സിന്, വാദങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചകൾക്കും വേണ്ടി ഇവരുടെ രാത്രികൾ ഇവർ ചെലവഴിച്ചു. Then the poet mention. ഇതിനു ശേഷം അടുത്തതായിട്ട് നമ്മുടെ കവി പറയുന്ന ലീഡർ പാട്രിക് പിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പാട്രിക് പിയേഴ്സ്, the presidents of provisional government after revolt. അതായത് ഈ റിവോൾട്ടിന് ശേഷം, വിപ്ലവത്തിന് ശേഷം പാട്രിക് പിയേഴ്സ് ആയിരുന്നു പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ പ്രസിഡന്റ്. ഹി വാസ് ദി കമാൻഡന്റ് ജനറൽ ഓഫ് ദി
ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ബ്രിട്ടീഷുകാരോട് റിവോൾട്ട്, വിപ്ലവം നടത്തിയ അയർലൻഡിന്റെ സൈന്യമാണ് ആര്? ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്ന പാർട്ടി. ഇതൊരു പാർട്ടിയാണ് കേട്ടോ. ഈ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ കമാൻഡന്റ് ജനറൽ, അതിൻ്റെ സൈനിക തലവൻ, കമാൻഡന്റ് ജനറൽ. അപ്പൊ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്ന ട്രൂപ്പിന്റെ കമാൻഡന്റ് ജനറൽ ആയിരുന്നു ആര്? പാട്രിക്. ഹി വാസ് എ ടീച്ചർ ഹു സ്റ്റാർട്ടഡ് ദ ഫേമസ് സെന്റ് എൻഡാ സ്കൂൾ. ഇദ്ദേഹം ഒരു ടീച്ചർ ആയിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള സെന്റ് എൻഡാ സ്കൂള് സ്ഥാപിച്ചത് ഇദ്ദേഹമായിരുന്നു. ഹി വാസ് എ പോയറ്റ് ഓൾസോ. അദ്ദേഹം ഒരു പോയറ്റും കൂടിയാണ്. മാത്രമല്ല ഇദ്ദേഹത്തെ റെഫർ ചെയ്തുകൊണ്ട്, അതായത് വിങ്ഡ് ഹോഴ്സ് എന്ന് പറയുന്ന ഒരു പരാമർശമൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പരാമർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ പിഗാസസിന്റെ കാര്യമൊക്കെ, ആ ഒരു പറക്കുന്ന കുതിര ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു കഥ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിങ്ഡ് ഹോഴ്സിനെ ഇദ്ദേഹം പറത്തി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പോയറ്റിക് ടാലന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈറ്റ്സ് മെൻഷൻ തോമസ്. അടുത്തതായിട്ട് ഉദ്ദേശിക്കുന്നത് തോമസ് മക്ഡൊണാഫ്, ഹു വാസ് എ പോയറ്റ് ആൻഡ് എ ഡ്രമാറ്റിസ്റ്റ്. അദ്ദേഹം ഒരു പോയറ്റും അതുപോലെ തന്നെ ഡ്രമാറ്റിസ്റ്റും ഒക്കെ ആയിരുന്നു. ഹി ടോട്ട് ഇംഗ്ലീഷ് അറ്റ് ദ യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ. ഡബ്ലിനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഹി വാസ് എക്സിക്യൂട്ടഡ് ജസ്റ്റ് ആഫ്റ്റർ ദ റിബല്യൻ. ഈ ഒരു റിബല്യന് ശേഷം അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തൂക്കി അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു. ദ നെക്സ്റ്റ് പേഴ്സൺ ദ പോയറ്റ് മെൻഷൻസ് ഈസ്. അടുത്തതായിട്ട് കവി പറയുന്നത് മേജർ ജോൺ മാക്ബ്രൈഡ്. മേജർ ജോൺ മാക്ബ്രൈഡ്. ഹി വാസ് ആൻ ഐറിഷ് നാഷണലിസ്റ്റ് ആൻഡ് സോൾജർ. ഇദ്ദേഹം ഒരു ഐറിഷ് നാഷണലിസ്റ്റും സോൾജറൊക്കെ ആയിരുന്നു. ഹു ഫോട്ട് അഗെയിൻസ്റ്റ് ദ ഇംഗ്ലീഷ് ഇൻ ദി ബോവർ വാർ. മാത്രമല്ല ഇദ്ദേഹം ബോവർ വാറിലെ ഇംഗ്ലീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്ത ഒരു സോൾജറാണ് ആര്? മാക്ബ്രൈഡ്. എന്താണ് ഒരു പ്രശ്നമുള്ളത്? ചെറിയൊരു വിഷയമുണ്ട് ഈഡ്സുമായിട്ട്. ഹി മാരീഡ് ഈഡ്സ് ബിലൗഡ് മോഡ് ഗോണി. അതായത് ഈഡ്സിന്റെ കാമുകിയായിരുന്ന മോഡ് ഗോണിയെ ഇവര് വിവാഹം കഴിച്ചു ഇയാള്. അതും ഇൻ 1903, 1903. അതൊന്നല്ല വിഷയം. ഹി വാസ് എ ഡ്രങ്കാർഡ്. അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. ആൻഡ് ടോർച്ചേർഡ് ഹെർ. മദ്യപിച്ചിട്ട് അവളെ ഒരുപാട് ശല്യം ചെയ്തു. അതാണ് ഈഡ്സിന് പറ്റാതിരുന്നത്. ഹി ഡെസേർട്ടഡ് ഹെർ ആഫ്റ്റർ 2 years. 2 വർഷങ്ങൾക്ക് ശേഷം അയാൾ അവളെ ഒറ്റപ്പെടുത്തി. ദ പോയറ്റ് റിപ്പീറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് സ്റ്റാൻസ ആൾസോ ദാറ്റ്. ഈ രണ്ടാമത്തെ സ്റ്റാൻസ ഉണ്ടല്ലോ, അതിന്റെ തുടക്കത്തിൽ കവി ഒന്ന് പറഞ്ഞു. എന്താണ് കവി പറഞ്ഞത്? അതായത് ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ അല്ലേ? അത് ഈ രണ്ടാമത്തെ സ്റ്റാൻസയുടെ അവസാനത്തിലും എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്നുള്ളത് കവി റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരു വരിയോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ ഒരു കവിതയിൽ പ്രത്യേകിച്ച് കവിതയുടെ അവസാന ഭാഗങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ, ഈരടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ കവിതയിൽ വരുന്ന റിഫ്രെയിൻ ആണ് ഏത്? ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. ദാറ്റ് മീൻസ് ആ വരി ആവർത്തിച്ച് വരുന്നു. ഇൻ ദ തേർഡ് സ്റ്റാൻസ the poet analyzes the attitude of the rebels. മൂന്നാമത്തെ സ്റ്റാൻസയിൽ കവി പറയുന്നത് റിബൽസിന്റെ ആറ്റിറ്റ്യൂഡാണ്. റിബൽസ് എന്ന് പറഞ്ഞാൽ പോരാളികൾ, അവരുടെ മനോഭാവം. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്ന അയർലൻഡ് പോരാളികളുടെ മനോഭാവം. They forgot to enjoy the pleasures of life. അവരുടെ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് അവർ വിപ്ലവത്തിലേക്ക് വന്നതിന് ശേഷം അവർ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ
എൻജോയ് ചെയ്യാൻ അവർ മറന്നു. They concentrated all their attention in liberating Ireland from England. അവരുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നും അയർലൻഡിനെ മോചിപ്പിക്കുക എന്ന ഒറ്റ കാര്യത്തിലാണ്. ഒറ്റ കാര്യം, ലിബറേറ്റിംഗ് അയർലൻഡ് ഫ്രം ഇംഗ്ലണ്ട്. They were ready to sacrifice anything for achieving their aim. അവരുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന്, നേടുന്നതിന് വേണ്ടി എന്തും ബലി കൊടുക്കാൻ, എന്തും സാക്രിഫൈസ് ചെയ്യാൻ, എന്തും ത്യാഗം ചെയ്യാൻ, എന്തും വേണ്ടാന്ന് വെക്കാൻ അവർ റെഡിയായിരുന്നു. ദ എൻഡ്ലെസ് സെൽഫ് സാക്രിഫൈസ് ഓൺ ദെയർ സൈഡ് ബാഡൻഡ് ദെയർ ഹേർട്ട്. അവർ ഇതുവരെ അനുഭവിച്ച എൻഡ്ലെസ് ആയിട്ടുള്ള സെൽഫ് സാക്രിഫൈസ്, സ്വത്യാഗങ്ങൾ അവരുടെ ഹൃദയങ്ങളെ കല്ലാക്കി മാറ്റി, അവരുടെ ഹൃദയങ്ങളെ കഠിനമുള്ളതാക്കി മാറ്റി. Their state of their minds was compared. മാത്രമല്ല, അവരുടെ അവസ്ഥയെ ഈ കവിതയിൽ കവി കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തുമായിട്ടാണ് കവി കമ്പയർ ചെയ്യുന്നത്? വിത്ത് ദാറ്റ് ഓഫ് എ സ്റ്റോൺ, ഒരു കല്ലുമായിട്ട്. വിച്ച് ബ്ലോക്ക്ഡ് ദ ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഉള്ള ഒഴുക്കിന് തടസ്സമായിട്ടുള്ള ഒരു കല്ല്. ആ കല്ല് അവിടുന്ന് മാറും ചെയ്യില്ല, എന്നാൽ വെള്ളത്തിൽ സ്വസ്ഥമായിട്ട് ഒഴുകാനും പറ്റില്ല. കാരണം അത്തരത്തിലാണ് സമൂഹത്തിൽ ഇവർ മാറും ചെയ്യില്ല, എന്നാൽ സമൂഹത്തിന് സ്വതന്ത്രമായിട്ട് പോവാൻ സമ്മതിക്കും ചെയ്യാത്ത പോലെ എന്നാണ് ആര് പറയുന്നത്? കവി പറയുന്നത്. They didn't bother about the various aspects of life. അതായത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ, ആ വശങ്ങളെക്കുറിച്ച് ഇവർക്ക് യാതൊരു പരിഗണനയും, ഇവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ലിബറേഷൻ ഓഫ് അയർലൻഡ് ഫ്രം ഇംഗ്ലണ്ട്. The horse, the rider, the bird, the cloud, etc. changed every minute. അല്ലേ? അവിടെയുള്ള കുതിരകൾ, റൈഡർ, ദ ബേർഡ്, ദ ക്ലൗഡ്, സ്വാഭാവികമായിട്ടുള്ള നോർമൽ ലൈഫിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളെ കവി പറയാണ്. ഇതെല്ലാം ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരുന്നു. പക്ഷേ ഇവർക്ക് മാത്രം യാതൊരു മാറ്റം ഉണ്ടായില്ല. More hens and more cocks splashed into the water and enjoyed themselves. അതായത് ചതുപ്പ് കോഴികൾ, മൂർ ഹെൻസും മൂർ കോക്സും, അതായത് പെടക്കോഴികളും പൂവൻ കോഴികളും, ഇവ എന്തു ചെയ്തു? വെള്ളത്തിൽ ഊളിയിട്ട് വെള്ളം തെറിപ്പിക്കുകയും അതുപോലെ തന്നെ വെള്ളം എൻജോയ് ചെയ്ത് ആസ്വദിക്കുകയും ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും, അല്ലേ, പല ആളുകളും ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മൂർ ഹെൻസും അതുപോലെ തന്നെ മൂർ കോക്ക്, അല്ലെ, രണ്ടും അവർ ലൈഫ് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ജീവിതം, അല്ലെ, ആ ജീവിതത്തിൽ ജീവിത പങ്കാളികൾ, അല്ലെ, അത്തരം ആളുകൾ അവരുടെ ജീവിതം എൻജോയ് ചെയ്യുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള മാരീഡ് ആയിട്ടുള്ള ആളുകൾ അവരവരുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ പങ്കാളികളെല്ലാം ഉപേക്ഷിച്ച് വിട്ട് ഇവർ ലൈഫിൽ നിന്നും ഇവർ മാറി നിന്നു. ബട്ട് ദ സ്റ്റോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആളുകൾ, ഈ ലീഡേഴ്സ്, അല്ലെങ്കിൽ ഈ റിബൽസ്, ഈ വിപ്ലവകാരികൾ അല്ലെങ്കിൽ ഈ വിപ്ലവകർ, റിമൈൻ ദ സെയിം വിത്തൗട്ട് എനി ചേഞ്ച്. എന്തെല്ലാമൊക്കെ മാറിയോ, പക്ഷെ ഇവർ മാത്രം ഒരു മാറ്റവുമില്ലാതെ നിലകൊണ്ടു. ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ലക്ഷ്യത്തിന് എന്തെല്ലാം മാറിയിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. The prolonged sacrifice of the rebels hardened their heart. അതായത് ദീർഘമായിട്ടുള്ള ഒരുപാട് നാളായിട്ടുള്ള ഇവരുടെ ത്യാഗങ്ങളിലൂടെ, ഇവരനുഭവിച്ച പ്രയാസങ്ങളെ, സങ്കടങ്ങളിലൂടെ ഇവരുടെ ഹൃദയങ്ങളെ കല്ലാക്കി മാറ്റി, കഠിനമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ എന്തെന്നെ ഉണ്ടായിക്കഴിഞ്ഞാലും ഇവരുടെ ഹൃദയങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. The poet thinks that God alone could decide the end of their struggles. ഇവരുടെ ഈ സമരത്തിന്റെ അന്ത്യം എന്തായിരിക്കുമെന്ന്
ദൈവത്തിന് മാത്രം അറിയാമായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്ന് കവി ചിന്തിക്കുന്നു. The poet has no doubt about the glory of the sacrifice of the rebels. ഈ റിബൽസിന്റെ ത്യാഗങ്ങളുടെ മഹത്വം, ആ മഹത്വത്തെക്കുറിച്ച് കവിക്ക് യാതൊരു സംശയവുമില്ല. അതായത് ഇവരുടെ ത്യാഗങ്ങൾ, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മഹത്തരമാണ്, അതിൽ കവിക്കുറപ്പുണ്ട്. At the same time he doubts whether it was needless. അതേസമയം കവിക്ക് ഒരു സംശയമുണ്ട്, ഒരു ആശങ്കയുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ കാരണം? The British government had already promised freedom. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓൾറെഡി വാക്ക് കൊടുത്തിരുന്നു, പ്രോമിസ് ചെയ്തിരുന്നു ഫ്രീഡം ടു അയർലൻഡ്. അയർലൻഡിന് ഫ്രീഡം ബ്രിട്ടീഷ് ഗവൺമെന്റ് വാക്ക് കൊടുത്തതാണ്, പ്രോമിസ് ചെയ്തതാണ്. The British Home Rule Act had also been passed in the parliament. മാത്രമല്ല പാർലമെന്റിൽ ബ്രിട്ടീഷ് ദ ഐറിഷ് ഹോം റൂൾ ആക്ട്, ബ്രിട്ടീഷ് അല്ല, ദ ഐറിഷ് ഹോം റൂൾ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയിരുന്നു. സോ ദ റിബൽസ് കുഡ് ഹാവ് വെയിറ്റഡ് ടു സീ if the England would fulfill her promise after the First World War. അതായത് ഈ റിബൽസിന് ഒന്ന് കാത്തിരിക്കാമായിരുന്നു. ഏതുവരെ? ഒന്നാം ലോക മഹായുദ്ധം കഴിയുന്നതുവരെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് അയർലൻഡിന് നൽകിയ വാക്ക് അവർ പാലിക്കുമോ എന്നറിയാൻ അതുവരെയെങ്കിലും അയർലൻഡിന് കാത്തിരിക്കാമായിരുന്നു. The poet mentions the names of the martyrs at the end of the poem. ഈ കവിതയുടെ അവസാനത്തിൽ, ഈ കവിതയിൽ മാർട്ടിറായിട്ടുള്ള, രക്തസാക്ഷിത്വം വഹിച്ച ആളുകളുടെ, വിപ്ലവകാരന്മാരുടെ പേര് കവി മെൻഷൻ ചെയ്യുന്നുണ്ട്. He is sure that those names will be remembered with gratitude and love by all the Irishmen. അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ആ പേരുകൾ എന്നെന്നും അയർലൻഡിലെ ആളുകൾ സ്നേഹത്തോടെയും നന്ദിയോടും ആ പേരുകൾ എന്നും ഓർക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പഠിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പാരഗ്രാഫുകളിൽ നിന്നും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും മറ്റു തരത്തിലുള്ള 2 മാർക്കിനും മറ്റും വരുന്ന ചോദ്യങ്ങൾക്ക് കൂടി എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നിന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ആൻസർ ചെയ്യാറുണ്ട് കേട്ടോ. നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അല്പം ശബ്ദം കുറവുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ശബ്ദത്തിനൊരു വിഷയമുണ്ട്, ചെറുതായിട്ട് കഫക്കെട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുകൊണ്ടാണ് ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. തൽക്കാലം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ബ്രിങ് ഔട്ട് ദി ആംബിവാലന്റ് ആറ്റിറ്റ്യൂഡ് ഇൻ ഈസ്റ്റർ 1916. ഈസ്റ്റർ 1916 എന്ന് പറയുന്ന കവിതയിലെ ആംബിവാലന്റ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരുദ്ധമായിട്ടുള്ള ഒരു മനോഭാവം, ആംബിവാലന്റ് ആറ്റിറ്റ്യൂഡ് ആരുടെ? കവിയുടെ. അപ്പോൾ ഈ ഒരു ഈസ്റ്റർ 1916 എന്ന് പറയുന്ന കവിതയിൽ നമ്മൾ കാണുന്ന കവിയുടെ ആംബിവാലന്റ് ആറ്റിറ്റ്യൂഡ് നമ്മളിപ്പോൾ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു വിപ്ലവം ആവശ്യമായിരുന്നു, അതാണ് ആംബിവാലന്റ് ആറ്റിറ്റ്യൂഡ്, വിരുദ്ധം. കാരണം ചില ഭാഗത്ത് അദ്ദേഹം ഇതിനെ പുകഴ്ത്തുന്നുണ്ട്, അവർ ചെയ്ത കാര്യങ്ങൾ മഹത്തരമാണെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ആംബിവാലന്റ്, അതിന് വിരുദ്ധമായിട്ട് ഇത് ആവശ്യമായിരുന്നു. നോക്കൂ, ദ ഗ്രേറ്റ് റിവോൾട്ട് that took place on April 24. ഏപ്രിൽ 24 നടന്ന ആ മഹത്തായ വിപ്ലവം, അതും എന്ന് ഈസ്റ്റർ സൺഡേ ഇൻ 1916, 1916 ഈസ്റ്റർ സൺഡേയിൽ ഏപ്രിൽ 24 നടന്ന വിപ്ലവം was an unforgettable incident in the history of Ireland. അയർലൻഡിന്റെ ചരിത്രത്തിലെ തന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു അത്. The poet has no doubt about the noble cause for
ഇതിൻ്റെ ആ നോബൽ കോസ്, ആ ഒരു വിപ്ലവത്തിൻ്റെ മഹത്തായിട്ടുള്ള കാരണത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകത, നോബൽ കോസ്, അതിനെക്കുറിച്ച് കവിക്ക് യാതൊരു സംശയവുമില്ല. നോബൽ കോസ് ഫോർ വിച്ച് ദ ഐറിഷ് റിബൽസ് ഹാഡ് യുണൈറ്റഡ്, അതായത് എന്തിനു വേണ്ടിയാണ് നോബൽ കോസ്, ആ നോബൽ കോസ് ഫോർ വിച്ച്, അതിനു വേണ്ടിയാണ് ഐറിഷ് റിബൽസ്, അയർലൻഡിലെ പോരാളികൾ ഹാഡ് യുണൈറ്റഡ്, അവരെല്ലാവരും ഒറ്റക്കെട്ടായി. കാരണം അവരുടെ ആ ഒരു നോബൽ കോസ് എന്ന് പറയുന്നത് എന്താ? അതായത് അയർലൻഡിനെ ബ്രിട്ടീഷിൽ നിന്നും സ്വതന്ത്രമാക്കുക എന്നുള്ള നോബൽ കോസ്, മഹത്തായ കാരണം, അതിനു വേണ്ടിയാണ് റിബൽസ് എല്ലാം ഒറ്റക്കെട്ടായത്. ആ ഒരു കാര്യത്തെ കവി മഹനീയമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? കവി കാണുന്നു. ഹി ആൾസോ വാണ്ട്സ് ഫ്രീഡം ഫോർ അയർലൻഡ് ഫ്രം ദ ബ്രിട്ടീഷ് റൂൾ. മാത്രമല്ല ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും അയർലൻഡിന്റെ ഫ്രീഡം അദ്ദേഹവും ആവശ്യപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം, അതേസമയം തന്നെ ഹി കനോട്ട് എഗ്രി വിത്ത്, അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റുന്നില്ല. എന്തിനോട്? അവിടെയാണ് ആംബിവാലൻ. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു സ്വഭാവം വരുന്നത്. എന്താണ് അദ്ദേഹത്തിന് പറ്റാതിരുന്നത്? ദ അഗ്രസീവ് റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഓഫ് ദ റിബൽസ്. ഈ റിബൽസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ അക്രമാസക്തമായിട്ടുള്ള ചില വിപ്ലവ പ്രവർത്തനങ്ങൾ, അഗ്രസീവ്, അക്രമാസക്തമായിട്ടുള്ള റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഓഫ് ദ റിബൽസ്, അതാണ് പറ്റാതിരുന്നത്. ഈ റിബൽസ് ചില അക്രമങ്ങൾ അഴിച്ചുവിട്ടു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം ദ പോയറ്റ് അപ്രിഷിയേറ്റ്സ്, ഈ കവിതയുടെ തുടക്കത്തിൽ ഈ കവി അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. ദ ഹാപ്പി സോഷ്യൽ ലൈഫ് ഓഫ് ദ ഐറിഷ് പീപ്പിൾ ബിഫോർ ദ ഈസ്റ്റർ റിബല്യൺ ഇൻ 1916. 1916 ഈസ്റ്റർ റിബല്യൺ, അതിനു മുൻപുള്ള അയർലൻഡിലെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തെ കവി പ്രശംസിക്കുന്നുണ്ട്. എന്നാൽ ദ ഈസ്റ്റർ റിബല്യൺ ചേഞ്ച്ഡ് എവരിത്തിങ്, ഈ ഒരു വിപ്ലവം എല്ലാറ്റിനെയും മാറ്റി. ദ പാട്രിയോട്ടിക് ഫെർവർ, അതായത് ഭയങ്കരമായിട്ടുള്ള ദേശസ്നേഹം, അട്രാക്റ്റഡ് ദം ടു റവല്യൂഷണറി ആക്ടിവിറ്റീസ്, ഈ ആളുകളെ വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചു. അങ്ങനെയാണ് ഇവര് വിപ്ലവകരായിട്ട് ഇവർ മാറിയത്. ദ പോയിറ്റ് തിങ്സ് ദാറ്റ് ഇറ്റ് വാസ് നീഡ്ലെസ് ആഫ്റ്റർ ഓൾ, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് കവി ചിന്തിക്കുന്നു. കാരണം ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹാഡ് ഓൾറെഡി പ്രോമിസ്ഡ് ഫ്രീഡം ടു അയർലൻഡ്, അയർലൻഡിന് ഫ്രീഡം നൽകാമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് വാക്ക് നൽകിയിരുന്നു. പിന്നെ എന്തിനാ വിപ്ലവം? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദി ഐറിഷ് ഹോം റൂൾ ആക്ട് ഹാഡ് ആൾസോ ബീൻ പാസ്ഡ് ഇൻ ദ പാർലമെന്റ്, പാർലമെന്റിലെ ഐറിഷ് ഹോം റൂൾ ആക്ട് പാസ്സാക്കിയിരുന്നു. സോ ദ റിബൽസ് കുഡ് ഹാവ് വെയിറ്റഡ് ടു സീ ഇഫ് ദ ഇംഗ്ലണ്ട് വുഡ് ഫുൾഫിൽ ഹെർ പ്രോമിസ് ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ. അതുകൊണ്ട് തന്നെ റിബൽസിന് ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിയുന്നത് വരെ ഒന്ന് കാത്തിരിക്കാമായിരുന്നു. കാരണം ഒന്നാം ലോക മഹായുദ്ധ ശേഷം ഇംഗ്ലണ്ട് പറഞ്ഞ വാക്ക്, അതായത് അയർലൻഡിന്റെ ഫ്രീഡം, ആ വാക്ക് പാലിക്കുന്നുണ്ടോ എന്ന് ഒന്നാം ലോക മഹായുദ്ധം അത് കഴിയുന്നത് വരെ ഒന്ന് കാത്തിരിക്കാമായിരുന്നു. ചെയ്തില്ല. ദ പോയറ്റ് ഈസ് ഇൻ എ ഡിലേമ, നമ്മളുടെ കവി ഒരു ഡിലേമയിലാണ്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ, കൺഫ്യൂഷൻ, ദാറ്റ് ഈസ് ഡിലേമ. എന്താണ് ഡിലേമ? എന്താണ് കൺഫ്യൂഷൻ? ഓൺ ദി വൺ സൈഡ്, ഒരു വശത്ത് he feels great sympathy to the great sacrifice of the rebels. ഒരു വശത്ത് റിബൽസ് ഉണ്ടല്ലോ, സമര പോരാളികള്, അവരുടെ ത്യാഗത്തോടുള്ള വല്ലാത്ത സഹതാപം, ഗ്രേറ്റ് സിമ്പതി ഒരു വശത്ത്. എന്നാൽ ഓൺ ദ അതർ സൈഡ്, മറുവശത്താകട്ടെ, he thinks that, അദ്ദേഹം ചിന്തിക്കാണ്, this sacrifice is unnecessary, ഇതിന്റെ ഒന്നും, ഈ ത്യാഗത്തിന്റെ ഒന്നും, അല്ലെങ്കിൽ ഒരുപാട് പേർ ജീവൻ കൊടുത്തു, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് മറുവശവും. ഇങ്ങനെ നമ്മളെ പോയറ്റ് വല്ലാത്തൊരു ഡിലേമയിലാണ്. നോക്കൂ, ഒരു ചോദ്യം കൂടി കേട്ടോ.
ആ ഒരു ചോദ്യം കൂടി കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കുക, ആ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ദി ഓക്സിമോറോൺ ഓൺ ടെറിബിൾ ബ്യൂട്ടി. ടെറിബിൾ ബ്യൂട്ടി എന്ന് പറയുന്ന പ്രയോഗത്തിലെ ഓക്സിമോറോൺ. അപ്പോൾ ടെറിബിൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ബ്യൂട്ടിയുടെ കൂടെ ടെറിബിൾ എന്നുള്ളത് ഒരിക്കലും ചേരൂല. ടെറിബിൾ ബ്യൂട്ടി അല്ലെ, ഭീകരമായ ഭംഗി, അതെന്ത് ഭംഗിയാ? അപ്പൊ അതൊരു അലങ്കാരമാണ്, അതിന്റെ പേരാണ് ഓക്സിമോറോൺ. അലങ്കാരം എന്നുള്ളതിന്റെ രണ്ട് ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ഒന്ന് ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ്. ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ്. അപ്പൊ ഈ ഒരു വരി എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഇത് റിഫ്രൈൻ ആണ്, അതുപോലെ തന്നെ ഇത് ഓക്സിമോറോൺ കൂടിയാണ്. അപ്പൊ അതെന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് വരാം കേട്ടോ. ഓക്സിമോറോൺ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഓക്സിമോറോണ് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. കൺസിസ്റ്റിംഗ് ജനറലി, പൊതുവെ അതിൽ അടങ്ങിയിരിക്കുന്നത്, ഓഫ് ടു രണ്ട്, ടു അപ്പാരന്റ്ലി കോൺട്രാഡിക്ടറി വേർഡ്സ്. പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ, അപ്പാരന്റ്ലി പറഞ്ഞാൽ എന്താ? ബാഹ്യമായിട്ട്. പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ കോൺട്രാഡിക്ടറി, പരസ്പരം വിരുദ്ധം, ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്ന വേർഡ്സ്. അതായത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കോൺട്രാഡിക്ടറി ആയിട്ട് വിരുദ്ധ അർത്ഥമാകുന്ന രണ്ട് പദങ്ങൾ, അത്തരം പദങ്ങൾ ചേർന്ന് വരുന്ന ഒരു പ്രയോഗം. ആ രണ്ട് പദങ്ങളാണ് ടെറിബിളും ബ്യൂട്ടിയും. അപ്പൊ എന്താണ്? കൺസിസ്റ്റിംഗ് ജനറലി ഓഫ് ടു അപ്പാരന്റ്ലി കോൺട്രാഡിക്ടറി വേർഡ്സ്. എന്താ കോൺട്രാഡിക്ടറി? ഓപ്പോസിറ്റ് ഇൻ മീനിങ്, പരസ്പര വിരുദ്ധം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ്, ഇത് സൂചിപ്പിക്കുന്നത് ദ ടു വേർഡ്സ് ഇൻ എ ഫ്രേസ് ഹാവ്, ഒരു ഫ്രേസിൽ വരുന്ന രണ്ട് പദങ്ങൾക്കുണ്ട് ഹാവ് ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് മീനിങ്. അതായത് ഒരു ഫ്രേസാണ്, ആ ഫ്രേസിനകത്ത് വരുന്ന രണ്ട് പദങ്ങൾ, ഏതുപോലെ ടെറിബിൾ, ബ്യൂട്ടി, ഇതുപോലെ രണ്ട് പദങ്ങൾ, ആ പദങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ടെറിബിൾ ഭീകരം, ബ്യൂട്ടി ഭംഗി, ഓപ്പോസിറ്റ് ആണ്. ദ വേർഡ് ടെറിബിൾ മീൻസ്, ടെറിബിൾ എന്ന വാക്കിനർത്ഥം സംതിങ് ഡ്രെഡ്ഫുൾ. എന്താണ് അർത്ഥം? ഡ്രെഡ്ഫുൾ എന്നാണ്, ഭയാനകം, ഭീകരം, മാരകം എന്നൊക്കെയാണ് ഡ്രെഡ്ഫുൾ. സോ ദ ഫ്രേസ് മീൻസ് സംതിങ് അഡ്മിറബിൾ. സോ ദ ഫ്രേസ് മീൻസ് സംതിങ് അഡ്മിറബിൾ ആൻഡ് യെറ്റ് ഗ്രിം ആൻഡ് ഗ്രൂസം. അതുകൊണ്ട് തന്നെ ഈ ഫ്രേസിന് അർത്ഥം, അതായത് ഈ ഫ്രേസ് കൊണ്ടിന് അർത്ഥം വരുന്നത്, എന്താണ് അർത്ഥം വരുന്നത്? ഒരേ സമയം തന്നെ അഡ്മിറബിൾ, പ്രശംസനീയവും, ആൻഡ് യെറ്റ് ഗ്രിം, എന്നാൽ കഠിനവും, ആൻഡ് ഗ്രൂസം, ഭയാനകവും. അതായത് ഒരേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത് അഡ്മിറബിൾ ആണ്. ഏത് വാക്കിന്റെ അർത്ഥം? ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അത് അഡ്മിറബിൾ ആണ്, അതേസമയം തന്നെ ഭീകരമാണ്. അതായത് ഹീറോ ആയിട്ട് മരിക്കാം, അല്ല ഹീറോ ആയിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അയാൾ കാണിച്ച ഒരു ധൈര്യം, ഹീറോയിസം, അത് ബ്യൂട്ടിയാണ്. പക്ഷേ അത് സംഭവിച്ചത് മരണത്തിലാണെന്നുള്ളത് എന്താണ്? അതൊരു ഭയാനകമാണ് കേട്ടോ. അപ്പൊ അത്തരത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതാണ്. ഇൻ ദിസ് പോയം ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ റിഫ്രൈൻ. ഈ കവിതയിൽ ടെറിബിൾ ബ്യൂട്ടി എന്നുള്ളത് ഒരു റിഫ്രൈൻ ആയിട്ടും കൂടിയാണ് വരുന്നത്. കാരണം ദിസ് ഫ്രേസ് ഈസ് യൂസ്ഡ് at the end of the first stanza and repeated at the end of the second stanza and in the last line of the poem. മൂന്ന് ഭാഗത്ത് ഈ വരി വരുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റാൻസയുടെ അവസാനം, രണ്ടാമത്തെ സ്റ്റാൻസയുടെ അവസാനം, കവിതയുടെ അവസാനവും. മൂന്ന് തരത്ത്, മൂന്ന് ഭാഗത്ത്, മൂന്ന് പ്ലേസിൽ ഈ ലൈൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് is also an example for refrain. This phrase has been very effective in describing the political situation in Ireland after Easter Rebellion of 1916. 1916 ഈസ്റ്റർ റിബല്യന് ശേഷമുള്ള
അയർലൻഡിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം, സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് ഈ ഫ്രേസ് വളരെയധികം അനുയോജ്യമാണ് അല്ലെങ്കിൽ ഗുണകരമാണ്. അതായത് ഈ ഒരു ടെറിബിൾ ബ്യൂട്ടി എന്നുള്ള ഫ്രേസ് കൃത്യമായിട്ട് ഈ വിപ്ലവത്തിന് ശേഷമുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. ദ ഐറിഷ് പീപ്പിൾ വേർ വെരി ഹാപ്പി ബിഫോർ ദ റിബല്യൺ. ഈ വിപ്ലവത്തിന് മുൻപ് അയർലൻഡിലെ ജനത വളരെ സന്തോഷവാന്മാരായിരുന്നു. ബട്ട് ദേ ഡിഡ്ന്റ് ഹാവ് ദി എക്സ്പെക്റ്റഡ് റിസൾട്ട് ഫ്രം ദി റിബല്യൺ. എന്നാൽ ഈ റിബല്യൺ കഴിഞ്ഞപ്പോൾ അവർ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട്, ഒരു വിജയം അവർക്ക് കിട്ടിയില്ല. എന്താണോ അവർ പ്രതീക്ഷിച്ചത്, ആ പ്രതീക്ഷിച്ച റിസൾട്ട് വിപ്ലവശേഷം അവർക്ക് കിട്ടിയില്ല. റിയലി ഇറ്റ് വാസ് ആൻ അട്ടർ ഫെയിലർ. ശരിക്കും ആ വിപ്ലവം ഒരു പൂർണ്ണ പരാജയമായിരുന്നു. മോറോവർ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബിക്കെയിം വെരി സ്റ്റേൺ അഗെയിൻസ്റ്റ് ദ റവല്യൂഷണറി ആക്ടിവിറ്റീസ്. അതായത് അയർലൻഡിലെ റവല്യൂഷണറി ആക്ടിവിറ്റീസ്, വിപ്ലവ പ്രവർത്തനങ്ങളോട് വളരെ സ്റ്റേൺ ആയിട്ടുള്ള, വളരെ രൂക്ഷമായിട്ടുള്ള ഒരു മനോഭാവമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് സപ്രസ്ഡ് ദം വേറെവർ ദേ കുഡ്. എവിടെയാണോ അവർക്ക് പറ്റുന്നത് അവിടെയെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റ് വിപ്ലവ പ്രവർത്തകരെ സപ്രസ് ചെയ്തു, അടിച്ചമർത്തി. മാത്രമല്ല വിപ്ലവത്തിലൂടെ അയർലൻഡിന് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും കവി പറയുന്ന പോലെ തന്നെ ഒരു ചോദ്യം അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? കാരണം സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് ആര് പ്രോമിസ് ചെയ്തിരുന്നു? ബ്രിട്ടൻ. പക്ഷെ എന്നിട്ടും കുറെ സാക്രിഫൈസ്, കുറെ ത്യാഗങ്ങൾ, കുറെ ജീവൻ അയർലൻഡുകാർ നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ദ പോയറ്റ് അഡ്മയേഴ്സ് ദ ഹീറോയിക് ആക്ഷൻ ഓഫ് ദി റവല്യൂഷണറീസ്. ആ റവല്യൂഷണറീസ് ഉണ്ടല്ലോ, വിപ്ലവ പ്രവർത്തകര്, അവരുടെ ഹീറോയിക് ആക്ഷൻസിനെ, ധീര പ്രവർത്തനങ്ങളെ കവി ആരാധിക്കുന്നു, പ്രശംസിക്കുന്നു, അഡ്മയർ ചെയ്യുന്നു. ബട്ട് ഹി ലാമൻസ്, പക്ഷേ കവി വിലപിക്കാണ് ഓവർ ദി റിസൾട്ട് ഓഫ് ദി റിബല്യൺ. ആ റിബല്യന്റെ, വിപ്ലവത്തിന്റെ റിസൾട്ട്, അതിൻ്റെ ഫലം, അതിനെക്കുറിച്ച് കവി പരിതപിക്കുന്നു. കാരണം ഇറ്റ് കോഴ്സ്ഡ് ഗ്രേറ്റ് ബ്ലഡ്ഷെഡ്. ആ വിപ്ലവത്തിൽ ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായി, ഒരുപാട് ബ്ലഡ്ഷെഡ്, ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് ത്യാഗങ്ങൾ അതിലുണ്ടായി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്യാണ്, നമ്മളുടെ ഈസ്റ്റർ 1916 എന്നുള്ള WB യീറ്റ്സിന്റെ കവിത, അതിൻ്റെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഞാൻ തന്ന എസ്സേയിലെ ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അത് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ചോദിക്കുന്ന മാർക്കിനാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ എസ്സേക്കുള്ളിൽ നിന്ന് എഴുതാൻ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതൊരു പാരഗ്രാഫിൽ ആൻസർ ചെയ്യാം. അതിന് എസ്സേ മുഴുവൻ എഴുതി വെക്കരുത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം എക്സാമിന് ഇത് എസ്സേ ആയിട്ട് ചോദിച്ചില്ല, പകരം ഇതിൻ്റെ ഉള്ളിൽ ലീഡേഴ്സിനെ കുറിച്ച് മാത്രമേ ചോദിച്ചുള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, അത് പറയുന്ന പാരഗ്രാഫുകൾ മാത്രം എടുക്കുക, അത് മാത്രം എഴുതി വെക്കുക. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, മാർക്കിന് നോക്കി ആൻസർ ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാരി വലിച്ച് എന്ത് ചെയ്യണ്ട, എഴുതണ്ട. മാർക്ക് നോക്കിയിട്ട് മാർക്കിന് എഴുതുക. കാരണം നിങ്ങൾക്ക് അറിയുന്നത് ഒരുപാട് എഴുതി വെക്കുക എന്നുള്ളതല്ല എക്സാമിൻ്റെ പാറ്റേൺ. കാരണം പരീക്ഷയ്ക്ക് എന്തുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കിൻ്റെ ഉണ്ട്, 5 മാർക്കിൻ്റെ ഉണ്ട്, 10 മാർക്കിൻ്റെ ഉണ്ട്. കാരണം ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതുക, നന്നായിട്ട് മാർക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നോക്കൂ, ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.